നവമാധ്യമങ്ങളിലൂടെ രാജ്യവിരുദ്ധ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതായുള്ള പരാതിയെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളിയെ ആറന്മുള പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവല്ലയിൽ മത്സ്യസ്റ്റാളിലെ തൊഴിലാളിയായ അസം സ്വദേശി ഏദിഷ് അലിയാണ് അറസ്റ്റിലായത്. ബി.ജെ.പി. ആറന്മുള നിയോജകമണ്ഡലം പ്രസിഡന്റ് ദീപ ജി നായരുടെ പരാതിയെ തുടർന്നാണ് ആറന്മുള പോലീസിന്റെ നടപടി. ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കുന്ന എൽഷാദ് അലി എന്ന ആൾക്കെതിരെ ഇന്നലെ ബി.ജെ.പി. ആറന്മുള മണ്ഡലം കമ്മിറ്റിയുടെ ഔദ്യോഗിക സെക്രട്ടറിയിൽ നമ്മുടെ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുകയും ഇന്ന് രാവിലെ അദ്ദേഹത്തെ ഇവിടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ CI പ്രവീൺ സാറിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഈ രാജ്യദ്രോഹ പോസ്റ്ററുകൾ നിരന്തരം ഫേസ്ബുക്ക് വഴി അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1-2 തവണയല്ല, നിരന്തരമായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ എല്ലാം സ്ക്രീൻഷോട്ട് സഹിതമാണ് ഞങ്ങൾ ഇവിടെ പരാതി നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ബി.ജെ.പി. ശക്തമായ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകും എന്ന് പറയുകയാണ്. പല്ലനെയുള്ള മുജീബ് എന്ന് പറയുന്ന ഒരാളുടെ മീനിന്റെ തട്ടയിലാണ് ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കൂടെ വേറെ ആളുകളും ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആറന്മുള നാൽക്കാലിക്കൽ പാലത്തിന് സമീപം വല്ലന സ്വദേശി മുജീബ് നടത്തുന്ന മത്സ്യസ്റ്റാളിലെ ജീവനക്കാരനാണ് ഏദിഷ് അലി. ഫേസ്ബുക്കിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങളും പ്രധാനമന്ത്രി അടക്കമുള്ളവരെ മൃഗങ്ങളോട് ഉപമിച്ചും നിരന്തരം പോസ്റ്റുകൾ ഇട്ടതിനെ തുടർന്ന് ബി.ജെ.പി. ആറന്മുള പോലീസിന് പരാതി നൽകുകയായിരുന്നു. ഇർഷാദ് അലി വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ഇവിടെ കഴിയുന്ന പാകിസ്ഥാൻ സ്വദേശിയാണോ എന്ന് സംശയിക്കുന്നതായും ബി.ജെ.പി. ആറന്മുള നിയോജകമണ്ഡലം പ്രസിഡന്റ് ദീപ ജി നായർ പറഞ്ഞു. ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് അധികൃതർ തയ്യാറാവണമെന്നും അല്ലാത്തപക്ഷം ബി.ജെ.പി. ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും ദീപ ജി നായർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.